കലുഷിതമായൊരു രാഷ്ട്രീയ കാലയളവായിരുന്നു 1975, 77 അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ ശേഷം ഇന്ദിരയ്ക്കെതിരായ വലിയ മൂവ്മെന്റ് ആണല്ലോ രാജ്യം കണ്ടത്. അങ്ങനെ 1977 ജനതാ പാർട്ടിയുടെ രൂപീകരണം നടക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ടൊരു അടുത്ത മുന്നേറ്റത്തിന്റെ ഒരു ഘട്ടം അവിടെ തുടങ്ങുകയാണ്. അത് ജനസംഘം അടക്കമുള്ള പാർട്ടികളുടെ സഹകരണത്തോടെയാണ് ജനതാ പാർട്ടി എത്തുന്നത്. 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ സഹകരണം പ്രകടമായത്. 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഹകരണം പ്രകടമായി. CPM ജനതാ പാർട്ടിക്ക് ഒപ്പം ചേർന്നു. ജനതാ പാർട്ടിയെ CPM പിന്തുണച്ചു. ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിലും സമാനമായ ഒരു ധാരണയുണ്ടാക്കി. പാലക്കാട് ജനതാ പാർട്ടി മത്സരിച്ചില്ല. അത് CPM ആയിട്ടുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് 77 കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന സമയമായിരുന്നു. ശിവദാസ മേനോന് വേണ്ടി അന്ന് LK അദ്വാനി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് ഉദുമയിൽ CPM സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നതും ആ സഹകരണത്തിന്റെ ഒരു തുടർച്ചയായിരുന്നു. അന്ന് KG മാരാർ 3500ഓളം വോട്ടിന് മാത്രമാണ് അവിടെ ജനസംഘം നേതാവ് KG മാരാർ അന്ന് പരാജയപ്പെട്ടത് എന്നത് കൂടി ചരിത്ര വസ്തുതയായി നിലനിൽക്കുകയാണ്.